നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. ആലുവ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് മൊഴിയെടുപ്പ്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് നിവിൻ പോളിയുടെ വാദം. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് വിവരങ്ങൾ? ഇപ്പോഴും മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. വിനീത, ഈ പരാതിക്കാരിയെ ആലുവയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമാണ് ഈ യുവതി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിവിൻ പോളി അടക്കം 6 പേർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. കഴിഞ്ഞ വർഷം നവംബറിലും ഡിസംബറിലും ദുബായിൽ വെച്ച് ഇത്തരത്തിൽ പീഡനം നേരിട്ടു എന്നുള്ളതാണ് പരാതി. അതേസമയം നിവിൻ പോളി ഈ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ നിവിൻ പോളിക്കൊപ്പം ഉണ്ടായിരുന്നവർ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് സിനിമാ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു എന്നടക്കമുള്ള തെളിവുകളാണ് പറഞ്ഞത്. ഈ തെളിവുകളടക്കം നിവിൻ പോളി DGPക്കും മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ യുവതിയുടെ മറുപടി എന്തായിരിക്കും എന്നത് വ്യക്തമല്ല. എന്തായാലും ഈ കാലയളവിൽ നടന്നു എന്ന് പറയുന്ന സംഭവം, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നിവിൻ പോളി അടക്കം ഈ കേസിലെ 6 പ്രതികളുടെയും മൊഴിയെടുക്കുന്ന നടപടിയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും. അത് ഇന്നോ നാളെയോ നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇത്തരത്തിൽ നിവിൻ പോളി ആ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വിനീത് ശ്രീനിവാസൻ അടക്കം റിപ്പോർട്ടർ TVയിലൂടെ വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇന്നത്തെ മൊഴിയെടുക്കൽ എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇതിൽ ഈ യുവതിയുടെ വിശദീകരണം എന്തായിരിക്കും എന്നതാണ് അറിയേണ്ടത്. വിനീത. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ഇപ്പോൾ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. നിവിൻ പോളിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക്